പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒറോച്ചിമാറു അവൻ വൈറ്റ് സ്നേക്ക് ആയിട്ട് മാറി ഇപ്പൊ സാസുകയ്ക്ക് നേരെ പാഞ്ഞടുക്കാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ചെറുപ്പത്തില് ഒറോച്ചിമാറു തേർഡ് ഹൊക്കാഗയുടെ കൈയും പിടിച്ച് ഒരു കല്ലറയുടെ അടുത്തേക്ക് വരും. കല്ലറയിൽ പൂക്കൾ വെച്ച് അവൻ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഒരു ചെറിയ വൈറ്റ് സ്നേക്കിനെ അവൻ കാണുക. ഒറോച്ചിമാറു അവനിപ്പോ തേർഡ് ഹൊക്കാഗയോട് ചോദിക്കും, ഇതെന്താണ്? അതിന് ഹൊക്കാഗ പറയും, അത് വൈറ്റ് സ്നേക്ക് ആണ്. അതായത് പാമ്പുകളില് വൈറ്റ് സ്നേക്സ് ഉണ്ട്, ബ്ലാക്ക് സ്നേക്സ് ഉണ്ട്, ബ്രൗൺ സ്നേക്സ് ഉണ്ട്. ഇത് വൈറ്റ് സ്നേക്ക് ആണ്. നീ വളരെയധികം ലക്കിയാണ്. അതുകൊണ്ടാണ് ഈ സ്നേക്കിനെ നിനക്ക് കിട്ടിയത്. ഇതിനെ കാണുന്നവര് അവര് വളരെ ലക്കിയാണ്. മാത്രമല്ല ഈ സ്നേക്ക് അതിനെ തൊടുന്നവരുടെ പാരന്റ്സ് അവര് പിന്നീട് റീബർത്ത് ആവും. ഞാനും ഇതിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒറോച്ചിമാറു അവനൊരു ചുനിയനായതിനു ശേഷം ഹൊക്കാഗെ ആന്റിയുടെ അനിയനെ അവന്റെ കണ്ണിൽ പെടും. അവൻ ഒറോച്ചിമാറുവിനെ കണ്ട് പേടിച്ച് ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. പക്ഷെ ഒറോച്ചിമാറു അത് അവന്റെ ഏരിയ ആയതുകൊണ്ട് അവൻ ഓടിച്ചാടി ഓടി ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവനെ ലോക്ക് ചെയ്ത് ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിക്കുമ്പോഴേക്കും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അവളുടെ അനിയൻ അവിടെ മരിച്ചു പോവാണ്. അത് കണ്ട് അവനും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഇവൻ ഇത്ര എളുപ്പത്തില് മരിച്ചു പോയോ? ആ ഒരു കാര്യം അറിഞ്ഞ് ഹൊക്കാഗെയുടെ മനസ്സ് അന്ന് തകർന്നതാണ്. ഒറോച്ചിമാറു ആക്ച്വലി ഒരു ഫണ്ണിന് വേണ്ടിയാണ് അവന്റെ നേർക്ക് ജിപ്സ് ഉപയോഗിച്ചത്. ഒറോച്ചിമാറു ഒരിക്കലും അവന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹൊക്കാഗയുടെ ബോയ് ഫ്രണ്ട് വലിയൊരു ഫൈറ്റില് ഒരുപാട് പരിക്കുകൾ പറ്റി വീണ് കിടക്കുകയാണ്. ഉടനെ ഹൊക്കാഗ അവളെ കൊണ്ട് കഴിയും പോലെ അവന് മെഡിക്കൽ ഗെഞ്ചിപ്സു അത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഒറോച്ചിമാറു അതങ്ങനെ നോക്കി നിൽക്കും. ഇവൾക്കെന്തിനാ ഇവരോടൊക്കെ ഇത്ര ഇമോഷണൽ അറ്റാച്ച്മെന്റ്? ശരിക്കും ഇത്രയൊക്കെ ഇമോഷണൽ ആവേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് അവനത് നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഒറോച്ചിമാറു അവന്റെ ലാബിൽ വന്ന് ഇപ്പൊ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാണ്. അപ്പൊ അവൻ ചിന്തിക്കും, ഹ്യൂമൻസില് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ഹ്യൂമൻസിന്റെ ലൈഫ് സ്പാൻ അത് വളരെ കുറവാണ്. ലൈഫ് സ്പാൻ അത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണെന്ന് അവൻ ചിന്തിക്കുമ്പോ അപ്പോഴാണ് ആങ്കോ ആ ഒരു വൈറ്റ് സ്നേക്കിനെ കാണുക. അപ്പൊ അവൻ ചോദിക്കും, ഇതെന്ത് സ്നേക്കാണ്? എന്തിനാണ് ഇതിനെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? അതിന് ഒറോച്ചിമാറു പറയും, അതൊരു റെയർ സ്പീഷീസ് ആയിട്ടുള്ള വൈറ്റ് സ്നേക്ക് ആണ്. ഗുഡ് ലക്ക് സ്നേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവൻ, നിങ്ങൾക്ക് മരിച്ചുപോയ ഒരാളെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയോ? ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ചോദിക്കുമ്പോ അതിന് ഒറോച്ചിമാറു പറയും, അതിന്റെ എക്സ്പെരിമെന്റിലാണ് ഞാനിപ്പോ. പക്ഷെ എന്നെ കൊണ്ട് ലൈഫ് സ്പാന്റെ ഓരോ സ്റ്റേജസും അൺലോക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഒരുപാട് എബിലിറ്റി മറ്റൊരു ഹ്യൂമൻ ബോഡിയിലേക്ക് എന്നെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. എന്റെ ഈ ഒരു എക്സ്പെരിമെന്റ് അത് തീർച്ചയായിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഇപ്പൊ ഒറോച്ചിമാറു പറയും. ആക്ച്വലി ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഫലമാണ് കേഴ്സ് മാർക്ക് പവർ. കട്ട് ചെയ്ത ഇപ്പൊ ഒറോച്ചിമാറു അവനങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരുമ്പോ അവനൊരു സ്ഥലത്ത് വെച്ച് ഇപ്പൊ ഹിറ്റാച്ചി ഒരുപാട് കത്തികൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് കാണും. അവന്റെ ട്രെയിനിങ്ങും അവന്റെ എബിലിറ്റിയും പവറും കണ്ട് ഒറോച്ചിമാറു വില്ലൻ വണ്ടർ അടിച്ച്, ഇവന്റെ പവർ അത് ശരിക്കും അടിപൊളിയാണ്. ഉച്ചിഹ ക്ലാന്റെ പവർ അതെനിക്ക് കിട്ടുകയാണെങ്കിൽ പിന്നീട് എന്നെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അവന് മനസ്സിലാവും, അവൻ എത്രയൊക്കെ ട്രെയിനിങ് എടുത്താലും ഉച്ചിഹ ക്ലാനിന്റെ അത്രയും അവനെ കൊണ്ട് എത്താൻ കഴിയില്ല. ഈ ഒരു ശരീരം കണ്ണ് അതെന്ത് വില കൊടുത്തും ഞാൻ സ്വന്തമാക്കും. ഒറോച്ചിമാറു അവൻ വീണ്ടും മുൻപോട്ട് നടന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വരും. അവിടെ ബാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ജിപ്സുകളുടെ സീക്രട്ട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇവൻ നൈസായിട്ട് അതിന്റെ അകത്തേക്ക് കയറിക്കൂടി ഇപ്പൊ ഒന്നൊന്നായിട്ട് വായിക്കാൻ തുടങ്ങും. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് മാറുന്ന ട്രാൻസ്ഫർമേഷൻ ജിപ്സുമാണ് അവനിപ്പോ വായിച്ച് മനസ്സിലാക്കുക. പക്ഷെ അവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് ടൈം എനിക്ക് ആവശ്യമാണ്. റീആനിമേഷൻ ജിപ്സ് ഉപയോഗിച്ച് എന്റെ ലൈഫ് സ്പാൻ അത് നീട്ടണം. പിന്നീട് ഈ ഒരു ഇൻഫർമേഷൻസ് അത് മുഴുവൻ ഗ്യാദർ ചെയ്ത് ഈ ഒരു ജിപ്സു അത് തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് പഠിച്ചെടുക്കണം. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ അവിടേക്ക് തേർഡ് ഹൊക്കാഗെ ആള് കയറി വരും. ഒറോച്ചിമാറു, നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്താ ചെയ്തോണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും എനിക്ക് വേണ്ടത് ആ ഒരു റീആനിമേഷൻ ജിപ്സു ആണ്. നിങ്ങൾ ചിലപ്പോ ഈ ഗ്രാമത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു പുണ്യാത്മാവായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ലൈഫ് സ്പാൻ നീട്ടി ഈ ലോകത്ത് മരണമില്ലാത്ത ഒരാളായിട്ട് എനിക്ക് ജീവിക്കണം. ഈ ലോകത്തുള്ളതെല്ലാം തന്നെ എനിക്ക് എന്റെ അധീനതയിലാക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ പിന്നീട് ഒറോച്ചിമാറു ആ സീക്രട്ട് ജിപ്സു എല്ലാം തന്നെ മനസ്സിലാക്കി ഇപ്പൊ ലീഫ് വില്ലേജിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ കാട്ടിൽ വെച്ച് ഇപ്പൊ ജിറയ മാമൻ അവനെ തടയാൻ ശ്രമിക്കും. പക്ഷെ ഒറോച്ചിമാറു അവൻ മാമനെ അടിച്ചിട്ട് ഇപ്പൊ മുൻപോട്ട് ഓടും. കട്ട് ചെയ്ത അക്കാസ്കി ടീം അതിലെ ടീം മെമ്പർ ഇപ്പൊ വിളിച്ചു പറയും, നമ്മുടെ ടീമില് ഇപ്പൊ പുതുതായിട്ട് ഒരാൾ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതാരാണെന്ന് നോക്കിയ സാക്ഷാൽ ഹിറ്റാച്ചി ഉച്ചിഹ.
അവനെ കാണുമ്പോ ഇപ്പൊ ഒറോച്ചിമാറുവിന് ഒരുപാട് സന്തോഷാവും. ഒറോച്ചിമാറു ഇപ്പൊ ഊണിലും ഉറക്കത്തിലും ഹിറ്റാച്ചിയുടെ പിന്നാലെ തന്നെയാണ്. നീ ഉച്ചിഹ ക്ലാൻ തന്നെ നശിപ്പിച്ച് ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഒരുപാട് കാത്തിരുന്നത്. ഹിറ്റാച്ചി അവനെ കാണും മുമ്പേ ഒറോച്ചിമാറു അവന്റെ പാമ്പിനെ ഉപയോഗിച്ച് ഹിറ്റാച്ചിയെ ചുറ്റി വളഞ്ഞ് അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അവൻ പറയും, നിന്റെ ഈ പവർഫുൾ ബോഡിയും ശരീരം കണ്ണും അതെനിക്കുള്ളതാണ്. പക്ഷെ ഹിറ്റാച്ചി അവൻ നിസ്സാരക്കാരനല്ല. അവൻ ഉടനെ പാരലൈസിംഗ് ജിപ്സ് ഉപയോഗിച്ച് ഒറോച്ചിമാറുവിനെ തന്നെ അവിടെ സ്റ്റക്കാക്കി നിർത്തും. ഒറോച്ചിമാറു അവൻ ചുറ്റും നോക്കുമ്പോ അവന്റെ ബോഡിയിൽ തന്നെ ഇപ്പൊ ഒരുപാട് ആണി അടിച്ച് അവനെ അങ്ങനെ ഫ്രീസ് ആക്കി നിർത്തിയതായിട്ട് അവൻ കാണും. അവൻ വണ്ടടിക്കും. ഇവന്റെ പവർ അത് ഞാൻ കണ്ടതിലും എത്രയോ മടങ്ങ് അധികമാണ്. ഒറോച്ചിമാറു പെട്ടെന്ന് അവന്റെ കൈ ഉപയോഗിച്ച് ഇപ്പൊ ഗെഞ്ചിപ്സ് റെഡിയാക്കും. പക്ഷെ ഹിറ്റാച്ചി അവൻ ഒറോച്ചിന്റെ കൈ വെട്ടിത്തെറിപ്പിച്ച് അവനോട് പറയും, നിനക്കൊരിക്കലും എന്റെ കണ്ണിന്റെ മുൻപില് പിടിച്ചു നിൽക്കാനാവില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആദ്യമായിട്ട് സാസുക ഒറോച്ചിമാറുവിന്റെ മുൻപിലേക്ക് വരുന്ന ആ ഒരു രംഗം അവൻ ഓർക്കും. ഒറോച്ചിമാറു ഇപ്പൊ അവന്റെ കണ്ണിലേക്ക് നോക്കും. ഈ കണ്ണിന് വേണ്ടിയാണ് ഇത്രയും കാലവും ഞാൻ കാത്തിരുന്നത്. കട്ട് ചെയ്ത ഇപ്പൊ സാസുക ഒറോച്ചിമാറുവിനെ തുണ്ടം തുണ്ടായിട്ട് വെട്ടിയിട്ടിരിക്കുകയാണ്. അവന്റെ കേഴ്സ് മാർക്ക് അതിപ്പോ പതിയെ പതിയെ അവൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ സാസുക വണ്ടടിക്കും, ഇവനെ ഇത്ര എളുപ്പത്തില് എനിക്ക് കൊല്ലാൻ കഴിഞ്ഞോ? ഒരുപക്ഷെ ഓൾറെഡി അവന്റെ പവർ കുറഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര എളുപ്പത്തില് അവനെ കൊല്ലാൻ കഴിഞ്ഞത്. പക്ഷെ ഒറോച്ചിമാറു അവൻ മരിച്ചിട്ടില്ല. അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ്, നീ എന്റെ പവർ ഉപയോഗിച്ച് എന്നെ തന്നെ വെട്ടിക്കൊല്ലുമല്ലേ? പക്ഷെ അത്ര പെട്ടെന്നൊന്നും നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. കാരണം ഞാനൊരു ഇമ്മോർട്ടൽ ആണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പോ സാസുകയ്ക്ക് നേരെ ചാടി വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാസുക അവനിപ്പോ വേറെ ഏതോ ഒരു സ്ഥലത്ത് കുറെ പാമ്പുകളുടെ ഇടയില് ഇപ്പൊ പെട്ടുകിടക്കാണ്. ഞാൻ എവിടെയാണ്, എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവനിപ്പോ ചുറ്റും നോക്കാൻ തുടങ്ങും. അപ്പൊ ഒറോച്ചിമാറു, ഇത് എന്റെ യൂണിവേഴ്സ് ആണ്, നിന്നെ വിഴുങ്ങി ഞാനിപ്പോ എന്റെ കോർട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ ഒറോച്ചിമാറു അവൻ റെഡി ആയിട്ട് നിൽക്കും. അവൻ പറയും, ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ചത് ആ കണ്ണുകളാണ്, അതെനിക്കുള്ളതാണ്. അത് കിട്ടാതെ ഞാൻ അടങ്ങില്ല. പണ്ടെന്നെ ആ കണ്ണുകള് അതൊരുപാട് മോഹിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അത് എന്നെ മോഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ സാസുകയുടെ ബോഡിയിൽ നിന്ന് ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഒരുപാട് പാമ്പുകളെ ഇപ്പൊ പുറത്തേക്ക് ഇറക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കബൂട്ടോ അവൻ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയും, അടുത്ത ദിവസം ഒറോച്ചിമാറു സാസുകയുടെ ബോഡി എടുക്കുന്നതോടുകൂടെ പിന്നെ ഒറോച്ചിമാറുവിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. സാസുകയ്ക്ക് ഒരിക്കലും പിന്നെ അവന്റെ ബോഡി അത് തിരികെ കിട്ടുകയില്ല. അപ്പോഴാണ് ഒറോച്ചിമാറുവിന്റെ കൈ അവന്റെ തൊട്ടു പുറകിൽ കാണാം. കബൂട്ടോയ്ക്ക് പെട്ടെന്ന് ഇപ്പൊ എന്തോ നെഗറ്റീവ് അടിക്കും. അവൻ നൈസായിട്ട് ഒറോച്ചിമാറുവിന്റെ റൂമിലേക്ക് ഇപ്പൊ ഒളിഞ്ഞു നോക്കും. അവിടെ ആ ഒരു വൈറ്റ് സ്നേക്ക് അത് ഒരുപാട് വെട്ടുകൊണ്ട് ഇപ്പൊ തുണ്ടൻ തുണ്ടായിട്ട് കിടക്കുന്നത് അവൻ കാണും. അവൻ ആ റൂമിന്റെ അകത്തേക്ക് നോക്കും. അപ്പൊ സാസുക അവനോട് ഹായ് ആയിട്ട് നിൽക്കുന്ന കാണും. ഇവിടെ കബൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല, എന്താ സംഭവിച്ചേ? ഇനി ഒരുപക്ഷെ ഒറോച്ചിമാറു അവൻ സാസുകയുടെ ബോഡി അത് സ്വീകരിച്ചിരിക്കോ? അപ്പൊ സാസുക അവൻ കാഷ്വൽ ആയിട്ട് ഇപ്പൊ കബൂട്ടോയെ കണ്ട്, ഹായ് കബൂട്ടോ, ഇത് നീയാണോ ചോദിച്ച് ഇപ്പൊ പതിയെ പുറത്തേക്ക് നടന്നു പോകും. പക്ഷെ കബൂട്ടോ വിടില്ല. അവൻ തടഞ്ഞു നിർത്തി, നീ ആരാണ് ചോദിക്കുമ്പോ അവൻ ഉടനെ ഇപ്പൊ കബൂട്ടോയെ ആ ഒരു വിഷ്വൽ ജിപ്സുവിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവൻ കാണും ഒറോച്ചിമാറു അവൻ ബോഡി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു റിച്വൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ സാസുക അവൻ ആ കേഴ്സ് മാർക്കിന്റെ പവറില് ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ ബോഡി അവൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതിന് ഒറോച്ചിമാറു ഷോക്കായിട്ട്, നീ എന്താടാ കാണിക്കണേ? എന്റെ ബോഡി അത് നീ എന്തിനാ ഇപ്പൊ അബ്സോർബ് ചെയ്യണേന്ന് അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് സാസുക പറയും, എന്റെ കണ്ണിന്റെ മുൻപില് എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. കബൂട്ടോ ഞെട്ടിയിട്ട്, സാസുക അവന് യൂണിവേഴ്സ് തന്നെ ഇപ്പൊ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി കിട്ടിയോ? ഒരു സൈഡിൽ ഒറോച്ചിമാറു അവൻ അലറിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇപ്പൊ ആൻഗോ അവൻ ആരെയോ തേടി ഇപ്പൊ കാട്ടിലൂടെ നടക്കാണ്. അപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുമ്പോ അവൻ കത്തി അത് വലിച്ചെറിയും. അപ്പോഴായിരിക്കും അവൻ കാണുക അതാ വൈറ്റ് സ്നേക്ക് ആണ്. അവന്റെ കത്തി കൊണ്ട് അതിപ്പോ ചത്തുപോയി. മാത്രമല്ല അവിടെയുള്ള അന്തരീക്ഷം അത് മുഴുവൻ ഇപ്പോ റെഡായി തീരും. ഇവിടെ ലീഫ് വില്ലേജിലും ആ ഒരു റിഫ്ലക്ഷൻ അത് കറക്റ്റ് ആയിട്ട് അടിക്കും. ഒക്കാകെയും ജിറയമാമനും എന്താ സംഭവിക്കണേന്നറിയാതെ ഇപ്പൊ പുറത്തേക്ക് നോക്കി നിൽക്കും. അപ്പൊ മറ്റൊരു ഭാഗത്തെ ഹിറ്റാച്ചി അവന് കാര്യം പിടികിട്ടും. ഇവിടെ സാസുക അവൻ ഒറോച്ചിമാറുവിനെ കൊന്ന് അങ്ങനെ നിൽക്കുകയാണ്. കബൂട്ടോ ചോദിക്കും, ഇനി ഒറോച്ചിമാറു അവൻ തിരികെ വരില്ലേ? അതിന് സാസുക, ഇല്ല, കാരണം ഞാൻ അവനെ എന്നേക്കുമായിട്ട് കൊന്നുകളഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു അടിപൊളി എപ്പിസോഡും അവസാനിക്കുന്നു.